ഓം ശാന്തി. 26/4/2026 അവ്യക്ത ബാപ്ദാദ മധുബൻ. റിവൈസ് കോഴ്സ് 31/12/2009. മുരളിയുടെ ടൈറ്റിലാണ് പുതുവർഷത്തിൽ എല്ലാ ആത്മാക്കൾക്കും സന്ദേശം നൽകുകയും അവർക്ക് സുവർണ ലോകത്തിന്റെ സമ്മാനം നൽകുകയും ചെയ്യുക. ബാബയ്ക്ക് സമാനമാകുന്നതിനായി ആത്മാഭിമാനിയായി ഇരിക്കുന്നതിന്റെ സ്വഭാവം സ്വാഭാവികമാക്കുക. ഇന്ന് ബാപ്ദാദ ഓരോ കുട്ടിയുടെയും സ്നേഹവും ബാപ്ദാദയുടെ സ്നേഹത്തിൽ മുഴുകിയിരിക്കുന്ന സ്വരൂപവും കാണുന്നു. ഓരോ കുട്ടിയും പരമാത്മ സ്നേഹത്താൽ തിളങ്ങുന്നു. എല്ലാ കുട്ടികളും സ്നേഹത്തിന്റെ വിമാനത്തിൽ എത്തിച്ചേരുന്നു. പുതുവത്സരം ആഘോഷിക്കാൻ വന്നതാണെങ്കിലും എല്ലാവരുടെയും കണ്ണുകളിൽ എന്താണ് ദൃശ്യമാകുന്നത്? പുതുവത്സരം ഒരു ഒഴിവുകഴിവ് മാത്രമാണ്. പക്ഷെ നിങ്ങളുടെ എല്ലാവരുടെയും കണ്ണുകളിൽ എന്ത് ഉത്സാഹമാണ് ഉള്ളത്! 3 അഭിനന്ദനങ്ങൾ നൽകുന്നു. ആദ്യം നിങ്ങളുടെ പുതിയ ജീവിതത്തിന് അഭിനന്ദനങ്ങൾ. രണ്ടാമത്തത് പുതിയ യുഗത്തിന് അഭിനന്ദനങ്ങൾ. മൂന്നാമത്തത് നിങ്ങളുടെ കുടുംബത്തെയും ബാബയെയും കണ്ടുമുട്ടിയതിന് അഭിനന്ദനങ്ങൾ. നിങ്ങളുടെ കണ്ണുകളിൽ എന്താണ് കറങ്ങുന്നത്? നിങ്ങളുടെ പുതിയ യുഗം നിങ്ങളുടെ മുന്നിൽ വരുന്നുണ്ടല്ലോ. പുതിയ യുഗം എത്തിയിരിക്കുന്നു എന്ന ആവേശം നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ട്. പുതിയ യുഗത്തിന്റെ തിളക്കമുള്ള വസ്ത്രം നിങ്ങളുടെ മുന്നിൽ വളരെ വ്യക്തമാണ്. ഇന്ന് നമ്മൾ സംഗമയുഗത്തിലാണ്. ഈ തിളക്കമുള്ള വസ്ത്രം വേഗത്തിൽ ധരിക്കണം. അത് മുന്നിൽ കാണുമ്പോൾ സന്തോഷിക്കുന്നുണ്ട്, വിട പറയുകയും ചെയ്യുന്നുണ്ട്, അഭിനന്ദനങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്നു. പഴയ വർഷത്തോട് വിട പറയുമ്പോൾ അതിനെ പിന്നീട് മറക്കുന്നു. പുതുവർഷം നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു. അതുപോലെ പഴയ ലോകത്തിന് നിങ്ങളെ അഭിനന്ദിക്കുന്നില്ല, മറിച്ച് പുതിയ ലോകത്തിന് ആശംസകൾ നൽകുന്നു. പഴയ ലോകത്തോട് വിട പറയുകയാണ്. ഇന്ന് എല്ലാവരും പുതിയ യുഗത്തിനായുള്ള ഉത്സാഹത്തിലിരിക്കുന്നു. ആളുകൾ നിങ്ങളെ പുതുവർഷത്തിന്റെ ആശംസകൾ കൈമാറുകയും ചെയ്യുന്നു. ഒപ്പം സമ്മാനങ്ങൾ നൽകുകയും ചെയ്യുന്നു. അതിനാൽ ബാപ്ദാദ നിങ്ങളുടെ പഴയ സ്വഭാവ സംസ്കാരങ്ങൾക്ക് വിട നൽകി നേട്ടങ്ങൾ മാത്രമുള്ള ഒരു പുതിയ ലോകത്തിലേക്ക് പോകാനുള്ള സമ്മാനം നൽകുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ പുതിയ ലോകത്തിൽ നേടാനാവാത്തതായി ഒന്നുമില്ല. ബാപ്ദാദ നിങ്ങൾ ഓരോ കുട്ടിക്കും സ്വർണിമ ലോകത്തിന്റെ സമ്മാനം നൽകിയിട്ടുണ്ട്. ഈ നിങ്ങൾ സ്വർണിമ ലോകത്തിന് അധികാരിയാകുകയാണ് എന്ന ലഹരി നിങ്ങൾക്കുണ്ട്. അതുപോലുള്ള സമ്മാനം മറ്റാർക്കും നൽകാൻ കഴിയില്ല. ബാബ ഓരോ കുട്ടിക്കും ഈ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എല്ലാ ആത്മാക്കൾക്കും ഈ സ്വർണിമ ലോകത്തിന്റെ സന്ദേശം നൽകി അവർക്കും നിങ്ങൾ സമ്മാനം നൽകണം. നിങ്ങളുടെ അടുത്ത് ഏത് സമ്മാനമാണ് ഉള്ളത്? ആദ്യം പുതിയ ലോകത്തിന്റെ സമ്മാനം നൽകുക. രണ്ടാമതായി നിങ്ങൾക്ക് ധാരാളം ഖജനാവുകളുണ്ട്. ഗുണങ്ങളുടെ ഖജനാവ്, ശക്തികളുടെ ഖജനാവ്, സ്വമാനത്തിന്റെ ഖജനാവ്, വളരെയധികം ഖജനാവുകളുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും എന്തെങ്കിലും ഗുണങ്ങളുടെയോ എന്തെങ്കിലും ശക്തിയുടെയോ സമ്മാനം നൽകുക. അപ്പോൾ അവരുടെ ജീവിതം പരിവർത്തനമാകുകയും സ്വർണിമ ലോകത്തിന്റെ അധികാരി ആകുകയും ചെയ്യും. കാരണം ഇന്നെല്ലായിടത്തും ദുഃഖവും അശാന്തിയും വർദ്ധിച്ചു വരുന്നതായി കാണുന്നു. ഭയവും ചിന്തയും എല്ലായിടത്തും എല്ലാവരിലും ഉണ്ട്. അത്തരം അശാന്തരായ ആത്മാക്കൾക്ക് കുറഞ്ഞത് ഈ സന്ദേശം നൽകുക. ഇപ്പോൾ പിതാവ് വന്നിരിക്കുന്നു. ഇനി നിങ്ങൾ
അവിനാശിയായ അവകാശത്തിന് അധികാരിയാകൂ. ഈ സന്ദേശം എല്ലാ ആത്മാവിനും നൽകുന്നു. പക്ഷേ ഇപ്പോഴും ബാബയുടെ നിരവധി കുട്ടികൾ സന്ദേശത്തിൽ നിന്ന് വഞ്ചിതരായിരിക്കുന്നുണ്ട്. എന്നിരുന്നാലും നിങ്ങൾ ഏക പിതാവിന്റെ മക്കളായതിനാൽ ഈ സന്ദേശത്തിന്റെ സമ്മാനം നിങ്ങളുടെ സഹോദരീ സഹോദരന്മാർക്ക് നൽകണം. ആരെയും ഒഴിവാക്കരുത്. നിങ്ങൾ സേവനം ചെയ്യുന്നു. കുട്ടികളുടെ സേവനം കണ്ട് ബാബ് ദാദ സന്തോഷിക്കുന്നു. പക്ഷേ ബാബയുടെ ആഗ്രഹം ഇതാണ്: തന്റെ കുട്ടികളിൽ ആരും സന്ദേശത്തിൽ നിന്ന് ഒഴിവാക്കപ്പെടരുത്. നിങ്ങൾക്ക് സ്വർണ ലോകത്തിന്റെ സമ്മാനം ലഭിച്ചുവെന്നും ഞങ്ങൾ അതിനെക്കുറിച്ച് അറിഞ്ഞില്ല എന്നും ആരും പരാതിപ്പെടരുത്. നമ്മുടെ പിതാവ് വന്നു, പക്ഷെ ഞങ്ങൾക്ക് സന്ദേശം ലഭിച്ചില്ല. അതിനാൽ ഈ പുതുവർഷത്തിൽ ഈ പരിശ്രമം നടത്തുക. ഒരു കോണും ഒഴിവാക്കപ്പെടാതിരിക്കാൻ നിങ്ങൾ ചേർന്ന് ഒരു പദ്ധതി തയ്യാറാക്കുക. പരാതി ഒന്നും തന്നെ വരരുത്. പക്ഷേ സന്തോഷിക്കണം. നമ്മുടെ അച്ഛൻ വന്നിരിക്കുന്നു എന്ന കാര്യം അറിയണം. വഞ്ചിതരാകരുത്. ഈ പുതുവർഷത്തിൽ എന്തു ചെയ്യും? എല്ലാവരും ചേർന്ന് ഒരു പ്ലാൻ തയ്യാറാക്കണം. ബാബ് ദാദയ്ക്ക് ഓരോ കുട്ടിയോടും കരുണ തോന്നുന്നു. ഇപ്പോൾ നിങ്ങളും നിങ്ങളുടെ സഹോദരീ സഹോദരന്മാരോട് ഒരു പ്രത്യേക ദയാഹൃദയവും കല്യാണക്കാരി സ്വരൂപവും ധാരണ ചെയ്ത് എല്ലാവർക്കും സന്ദേശം നൽകണം. കുറഞ്ഞ പക്ഷം ആരും അത്തരം പരാതി പറയരുത്. അപ്പോൾ ഇന്ന് എല്ലാ കുട്ടികളും പുതുവത്സരം ആഘോഷിക്കാൻ ഉത്സാഹത്തോടെയും ഉന്മേഷത്തോടെയും എത്തിയിരിക്കുന്നു. ഓരോ കുട്ടിയെയും നോക്കി ബാബ് ദാദ ഏതു പാട്ടാണ് പാടുന്നത് അറിയാമോ? ആഹാ കുട്ടികളെ, ആഹാ. ആദ്യമായി വന്നവരോടും സമയം അവസാനിക്കുന്നതിന് മുൻപ് ബാബയുടേതായതിനാൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണെന്ന് ബാബ് ദാദ പറയുന്നു. പുതിയ കുട്ടികളെ കോടിക്കണക്കിന് മടങ്ങ് ഭാഗ്യവാന്മാരായതിന് ബാബ് ദാദ അഭിനന്ദിക്കുന്നു. ഇപ്പോൾ എല്ലാ കുട്ടികളിലും ഒരു കാര്യം കാണാൻ ബാബ് ദാദ ആഗ്രഹിക്കുന്നു. അതേതാണ്? എല്ലാവരുടെയും ഹൃദയത്തിൽ ഉത്സാഹമുള്ളതുപോലെ ലക്ഷ്യം ബാബയ്ക്ക് സമാനമാകുക എന്നതാണ്. ആകും എന്നല്ല, ആകാൻ പോകുന്നു. ഏതുപോലെയാണ് ലക്ഷ്യം, അതുപോലെ ഇപ്പോൾ ലക്ഷ്യത്തോടൊപ്പം ലക്ഷണങ്ങളും കാണാൻ ബാബ് ദാദ ആഗ്രഹിക്കുന്നു. സമാനരാകുന്നതിനുള്ള ലക്ഷ്യം ഉള്ളതുപോലെ സമാനരാകുന്നതിനുള്ള ലക്ഷണങ്ങളും ഉണ്ടായിരിക്കണം. ഇപ്പോൾ ലക്ഷ്യം വളരെ ഉയർന്നതാണ്. പക്ഷേ ലക്ഷണങ്ങളിൽ പ്രത്യേക ശ്രദ്ധ നൽകണം. തുല്യം. ലക്ഷ്യം ഉയർന്ന ലക്ഷ്യമാണോ അത്രയും ഉയർന്ന ലക്ഷണങ്ങൾ വേണം. ഇപ്പോൾ ചില കുട്ടികൾ ലക്ഷണം ധാരണ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ അതിനിടയിൽ പറയുന്നു വളരെയധികം ആഗ്രഹമുണ്ട്. പക്ഷേ, അതിനാൽ ഈ പക്ഷേ ഇല്ലാതാകണം. നിങ്ങളുടെ പെരുമാറ്റവും മുഖവും ദൂരെ നിന്ന് പോലും നിങ്ങളുടെ ലക്ഷ്യം എത്ര വലുതാണോ അത്രയും ലക്ഷ്യം മുഖത്തും പെരുമാറ്റത്തിലും ദൃശ്യമാകണം. മുൻപ് നിങ്ങൾ ശരീരബോധമുള്ളപ്പോൾ ശരീരബോധത്തിന്റെ സ്വഭാവം സ്വാഭാവികമായിരുന്നു. ശരീരബോധം കൊണ്ടുവരാൻ എപ്പോഴെങ്കിലും പരിശ്രമിച്ചിട്ടുണ്ടോ? ശരീരബോധം നിങ്ങളുടെ സ്വാഭാവിക സ്വഭാവം പോലെയായിരുന്നു. പകുതി കൽപ്പത്തോളം നിങ്ങൾ പരിശ്രമിച്ചിട്ടില്ല. അതുപോലെ ഇപ്പോഴും ആത്മാഭിമാനിയാകുന്നതിനുള്ള സ്വഭാവം സ്വാഭാവികമാണ്. ശരീരബോധത്തിന്റെ സ്വഭാവം സ്വാഭാവികമായിരുന്നപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും ശരീരബോധമുള്ളവരാകാൻ ഓർമ്മിച്ചിട്ടുണ്ടോ? നിങ്ങൾ പുരുഷാർത്ഥം ചെയ്തോ? ഇപ്പോൾ ശരീരബോധവും ആത്മബോധവുമുണ്ട്. പിന്നെ എന്തിനാണ് ആത്മബോധമുള്ളവരാകാൻ പരിശ്രമിക്കേണ്ടി വരുന്നത്? കാരണം ശരീരബോധം ഇല്ലാതാക്കാൻ
ചില സമയം പരിശ്രമം ആവശ്യമാണെന്ന് ബാബ്ദാദയ്ക്ക് വാർത്ത ലഭിച്ചു. ശരീരബോധം സ്വാഭാവികമാകുമ്പോൾ ആത്മബോധത്തിലിരിക്കാൻ പരിശ്രമിക്കുന്നത് എന്തിനാണ്? ബാബ്ദാദയ്ക്ക് കുട്ടികളുടെ പരിശ്രമം ഇഷ്ടമല്ല. പരിശ്രമത്തിൽ നിന്ന് മുക്തമാകണം, സ്വാഭാവിക സ്വഭാവമായി മാറണം. ഇതിനെയാണ് ലക്ഷ്യവും ലക്ഷണവും സമാനമായത് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ബാബയ്ക്ക് സമാനമാകുന്നത് വളരെ എളുപ്പവും സ്വാഭാവികവുമായി തോന്നും. ഉദാഹരണത്തിന്, ഇത്രയും വലിയ ഒരു കുടുംബത്തിന്റെ ഉത്തരവാദിത്വം ഉണ്ടായിരുന്നിട്ടും ബാബയ്ക്ക് ആത്മബോധത്തിലിരിക്കുന്നത് സ്വാഭാവികമായിരുന്നു. കുട്ടികൾക്കും ഉത്തരവാദിത്വങ്ങളുണ്ടെങ്കിലും ബ്രഹ്മബാബയുടെ മുന്നിൽ ആ ഉത്തരവാദിത്വം എങ്ങനെയായിരിക്കും? ഒരു സോണിന്റെ ഉത്തരവാദിത്വമായാലും യജ്ഞത്തിന്റെ കാര്യങ്ങളുടെ ഔദ്യോഗികമായ ഉത്തരവാദിത്വമായിരുന്നാലും ആ ഉത്തരവാദിത്വം ബ്രഹ്മബാബയ്ക്ക് മുന്നിൽ എന്താണ്? ശിവബാബയുടെ സഹായത്തോടെ ചെയ്യിപ്പിക്കുന്നവൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ചെയ്യുന്നവരായ നമ്മൾ ബാബയ്ക്ക് സമാനം വേറിട്ടവരും പ്രിയപ്പെട്ടവരുമാണെന്ന് ബ്രഹ്മബാബ പ്രായോഗികമായി തെളിയിച്ചു. അപ്പോൾ നിങ്ങൾ ബാബയ്ക്ക് സമാനമാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇത് പരിശോധിക്കുക. നിങ്ങളുടെ ചിന്തയിലോ വാക്കിലോ പ്രവൃത്തിയിലോ ഉള്ള കർത്തവ്യം എന്തു തന്നെയായാലും ഞാൻ ചെയ്യുന്നവനാണ്, ട്രസ്റ്റിയാണ്, ചെയ്യിപ്പിക്കുന്നവനായ യജമാനൻ ഇത് ചെയ്യിപ്പിക്കുന്നവനാണ് എന്ന പാഠം മുന്നോട്ടു പോകവേ മറക്കുന്നു. അതിനാൽ ലക്ഷ്യവും ലക്ഷണവും രണ്ടും സമാനമാകണം. ഇനി പഴയ വർഷത്തോട് വിട പറയുമ്പോൾ ഈ ലക്ഷ്യവും ലക്ഷണവും കൊണ്ടുവരണം. പുതുവർഷത്തിൽ പുതിയ കാര്യങ്ങൾ. എന്തു ചെയ്യാൻ കഴിയും? മായ വരുന്നു, ആഗ്രഹമില്ല, പക്ഷേ വരുന്നു. ഈ വാക്കും സങ്കല്പവും പഴയ വർഷത്തിനോടൊപ്പം ഇതിനോടും വിട പറയൂ. ഈ വാക്കുകളും ചിന്തകളും പഴയ വർഷത്തിനോടൊപ്പം ഇതിനും വിട പറയുന്നു. വർഷത്തോട് മാത്രം വിട പറയുകയല്ല. മായ ബാബ്ദാദയുടെ അടുത്തേക്ക് വരുമ്പോൾ എന്താണ് പറയുന്നത് എന്ന് ബാബ്ദാദ പറയുന്നു. എനിക്ക് പോകാൻ സമയമായി എന്നെനിക്ക് മനസ്സിലായി. പക്ഷെ ചില കുട്ടികൾ എന്നെ ആഹ്വാനം ചെയ്യുന്നു. എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? അപ്പോൾ ഇന്ന് വിട പറയുന്നതിനോടൊപ്പം മായയുടെ വിവിധ രൂപങ്ങളോട് നമ്മൾ വിട പറയണം. ധൈര്യമുണ്ടോ? ധൈര്യമുണ്ടോ? കൈകൾ ഉയർത്തുക. വിട പറയാൻ ധൈര്യമുണ്ടോ? പിന്നിലുള്ളവർക്ക് ധൈര്യമുണ്ടോ? ധൈര്യമുള്ളവർ കൈകൾ ഉയർത്തുക. അപ്പോൾ പിതാവ് നിങ്ങളുടെ ഈ ധൈര്യത്തിന് ദശലക്ഷക്കണക്കിന് തവണ അഭിനന്ദിക്കുന്നു. എന്തുകൊണ്ട്? ബാബ്ദാദ എന്തിനാണ് ഇത് ഊന്നിപ്പറയുന്നത്? കാരണം ലോകത്തിന്റെ അവസ്ഥ അതിവേഗം മോശമാകുന്നത് നിങ്ങൾ കാണുന്നുണ്ട്. പെട്ടെന്ന് സംഭവിക്കണം എന്ന ബാബ്ദാദയുടെ ഈ മഹാവാക്യം കുറച്ചു കാലമായി ഉള്ളതാണ്. നിങ്ങൾ വളരെ കാലമായി പരിശീലിച്ചിട്ടില്ലെങ്കിൽ പെട്ടെന്ന് സംഭവിക്കുന്ന സമയത്ത് പരിശീലനം ആവശ്യമാണ്, അല്ലേ? ഇപ്പോൾ ബാബ്ദാദ 10 മിനിറ്റ് ഗൃഹപാഠം നൽകി. ആകെ 24 തവണ 10 മിനിറ്റിന്റെ ഗൃഹപാഠം നൽകി. പല കുട്ടികൾക്കും ഇത് ബുദ്ധിമുട്ടായി തോന്നുന്നു. അപ്പോൾ ചിന്തിക്കുക, നിങ്ങൾക്ക് 10 മിനിറ്റ് പരിശീലിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആ സമയത്ത് നിങ്ങൾ പെട്ടെന്ന് എന്തു ചെയ്യും? ബാബ്ദാദയ്ക്കറിയാം 24 തവണയിൽ പലർക്കും കുറവ് സമയമേ ലഭിക്കുന്നുള്ളൂ എന്ന്. എന്നാൽ ബാബ്ദാദ ട്രയൽ നോക്കി. നിങ്ങൾ എപ്പോൾ വേണമെങ്കിലും ഏത് രീതിയിലും 10 മിനിറ്റ് ഒരു സ്മൃതിയിലിരിക്കാൻ കഴിയും. അപ്പോൾ 10 മിനിറ്റ് ചെയ്യണമെന്ന് ബാബ്ദാദ പറയുന്നില്ല. അത് കഴിയില്ല. സാധിക്കുന്നവർ അത് ചെയ്യണം. കഴിയുന്നില്ലെങ്കിൽ 5 മിനിറ്റ് ചെയ്യുക. 5 മിനിറ്റിൽ നിന്ന് 6 മിനിറ്റ്, 7 മിനിറ്റ്, കഴിയുന്നത്ര വർദ്ധിപ്പിച്ച് പരിശ്രമിക്കുക.
ബാബ്ദാദ തന്നെ പറയുന്നു ഇതിൽ അങ്ങനെയൊന്നുമില്ല എന്ന്. 10 മിനിറ്റ് കൂടുതൽ സമയമെടുക്കുന്നുവെങ്കിൽ 8 മിനിറ്റ് 9 മിനിറ്റ് ചെയ്യുക. കഴിയുന്നത്ര ചെയ്യുന്നത് ഒരു ശീലമാക്കുക. കാരണം ദീർഘകാലത്തിന്റെ വരദാനം ഇപ്പോൾ പ്രായോഗികമായി ചെയ്യാൻ കഴിയും. നിങ്ങളിപ്പോൾ വളരെ കാലം പരിശീലിക്കുന്നില്ലെങ്കിൽ ഇപ്പോൾ വളരെ കാലത്തെ പുരുഷാർത്ഥത്തിന്റെ പ്രാപ്തി പകുതി കൽപ്പത്തിലെ ആ വളരെ കാലത്തിൽ വ്യത്യാസം വരും. കഴിയുന്നത്ര ചെയ്യാൻ ബാബ്ദാദ അനുമതി നൽകിയിട്ടുണ്ട്. 5 മിനിറ്റിൽ കൂടുതൽ ചെയ്യൂ. 7 മിനിറ്റ്, 8 മിനിറ്റ്, 5 മിനിറ്റ് ചെയ്യാൻ അനുവാദമുണ്ട്. എന്നാൽ അത് സമയത്തായാലും 10 മിനിറ്റ് ചെയ്താൽ അത് നല്ലതാണ്. നിങ്ങൾക്കും ലോകത്തിനും വേണ്ടി കിരണങ്ങൾ നൽകേണ്ടി വരുന്ന ഒരു സമയം വരും. അതുകൊണ്ടാണ് ബാബ്ദാദ നിങ്ങൾക്ക് അനുമതി നൽകുന്നത്. കഴിയുന്നത്ര സമയം പരിശീലിക്കുക. കാരണം ഇപ്പോഴത്തെ കൂടുതൽ സമയമാണ് ഭാവിയിലേക്കുള്ള അടിത്തറ. ശരി, ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നുണ്ടോ? പക്ഷേ അത് സാരമില്ല. ഇപ്പോൾ ഒരു ദോഷവുമില്ല. 10 മിനിറ്റ് ഇരിക്കാൻ കഴിയുന്നില്ല, ചിന്തകളിലായി പോയി. ഇത് വളരെ നല്ലതാണെന്ന് ബാബ്ദാദയോട് കേൾപ്പിച്ചു. ചിന്തകളിൽ മുഴുകിയാൽ 5 മിനിറ്റ് പാഴാകും. അതുകൊണ്ടാണ് കുറഞ്ഞത് 5 മിനിറ്റിൽ കുറയരുത് എന്ന് ബാബ്ദാദ പറയുന്നത്. കഴിയുന്നത്ര വർദ്ധിപ്പിക്കുക. ശരി, വ്യക്തമായോ? കാരണം ബാബ്ദാദ എല്ലാവരെയും വളരെ ഉയർന്ന രൂപത്തിലാണ് കാണുന്നത്. ഇതിന്റെ അടയാളം ബാബ്ദാദ ഓരോ കുട്ടിക്കും എത്രമാത്രം സ്വമാനം നൽകി എന്നതാണ്. സ്വമാനത്തിന്റെ ഒരു പട്ടിക ഉണ്ടാക്കുകയാണെങ്കിൽ അതെത്ര വലുതാണ്. ഇന്ന് ബാബ്ദാദ അമൃതവേളയിൽ കറങ്ങാൻ പോയി. എന്താണ് കണ്ടത്? ബാബ്ദാദ സ്വമാനത്തിന്റെ വലിയ മാല നൽകിയിട്ടുണ്ട്. ആ ഓരോ സ്വമാനത്തിലും സ്ഥിതി ചെയ്ത് നടക്കുമ്പോഴും സ്വമാനം പറഞ്ഞുകൊണ്ടിരിക്കൂ. മാല കറക്കിക്കൊണ്ടിരുന്നാൽ വളരെ രസകരമായിരിക്കും. സ്വമാനത്തിന്റെ പട്ടികയുണ്ട്. എന്നാൽ ഓരോ സ്വമാനവും എത്ര വലുതാണ്. ആരാണ് നൽകിയത്? ലോക സർവശക്തനായ അധികാരി ഓരോ കുട്ടിക്കും അനേകം സ്വമാനങ്ങളുടെ പട്ടിക നൽകിയിട്ടുണ്ട്. അത് ഉപയോഗിക്കുക. മറ്റൊരു അധികാരത്തിനും ഈ സ്വമാനത്തെ കുറയ്ക്കാൻ കഴിയില്ല. ഇത്രയധികം സ്വമാനത്തിന്റെ മാല മറ്റാർക്കും ലഭിച്ചിട്ടില്ല. അപ്പോൾ സത്യയുഗത്തിൽ രാജ്യഭാഗ്യം ലഭിക്കുമെന്ന് ബാബ്ദാദ കണ്ടു. എന്നാൽ ഈ സ്വമാനത്തിന്റെ മാല സംഗമയുഗത്തിലെ ദാനമാണ്. ബാബ്ദാദ കുട്ടികളെ നോക്കുമ്പോഴെല്ലാം ഓരോ കുട്ടിയെയും സ്വമാനത്തിന്റെ സ്ഥിതിയിലാണ് കാണുന്നത്. ആഹാ കുട്ടി, ആഹാ. അപ്പോൾ സ്വമാനത്തിന്റെ അധികാരത്തിലിരിക്കുക. ഞാൻ ആരാണ്? ചിലപ്പോൾ ഒരു സ്വമാനം മുന്നിൽ വയ്ക്കുക, ചിലപ്പോൾ മറ്റൊരു സ്വമാനം നിങ്ങളുടെ മുന്നിൽ വയ്ക്കുക. അമൃതവേളയിൽ വിശേഷിച്ച് സ്വമാനം വയ്ക്കുകയും അത് ഉപയോഗിക്കുകയും ചെയ്തോ എന്ന് പരിശോധിക്കുക. ആ സ്വമാനം ഖജനാവാണ്, അല്ലേ? ഖജനാവ് വർദ്ധിപ്പിക്കുന്നതിനുള്ള മാർഗമാണ്. ഖജനാവ് കൂടുതൽ ഉപയോഗിക്കുന്തോറും അത് വർദ്ധിക്കും. അതിനാൽ ഇന്ന് ബാബ്ദാദ ഏതൊക്കെ കുട്ടികളുടെ കയ്യിലാണ് സ്വമാനത്തിന്റെ സ്മൃതിയുടെ വലിയ മാല ഉള്ളത്, ആരുടെയൊക്കെയാണ് ചെറിയ മാല എന്ന് നോക്കുകയായിരുന്നു. സ്വമാനം ഉള്ളിടത്ത് ശരീരബോധം ഇല്ലാതാകുന്നു. അതിനാൽ ഇന്ന് ബാബ്ദാദ ചുറ്റി നടന്ന് കണ്ടു. സ്വമാനത്തിന്റെ ഖജനാവ് ഉള്ളതുപോലെ ഓരോ ശക്തിയും ഓരോ ഗുണവും ഉപയോഗിക്കുക, പ്രവൃത്തിയിൽ കൊണ്ടുവരൂ. അപ്പോൾ മായ വരുന്നു എന്നുള്ള പ്രശ്നം മായ വരുന്നതല്ല. പക്ഷേ ബാബ മായയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മായ പറയുന്നത് എന്നെ വിളിക്കുമ്പോൾ മാത്രമാണ് ഞാൻ പോകുന്നത് എന്നാണ്, വെറുതെ വരുന്നതല്ല.
ഏതെങ്കിലും ലഘുവായ സങ്കല്പം എടുക്കുന്നതിന്റെ അർത്ഥം മായയെ വിളിച്ചു എന്നാണ്. ആഗ്രഹമില്ലെങ്കിലും വരുന്നു. ആരാണ് ശക്തിശാലി? ആഗ്രഹമില്ല, പക്ഷെ വരുന്നു. അതിനാൽ മായയാണോ ശക്തിശാലി, അതോ നിങ്ങളാണോ? അപ്പോൾ ഇന്ന് പഴയ വർഷം അവസാനിക്കുകയാണ്. പുതുവർഷത്തിൽ പുതിയ ഉന്മേഷവും പുതിയ ഉത്സാഹവുമുണ്ട്. കാരണം ഓരോ ദിവസവും ഉത്സാഹം നിറഞ്ഞതാണ് എന്നതാണ് സംഗമയുഗത്തിന്റെ മഹിമ. അതായത് ആഘോഷമാണ്. അപ്പോൾ ഉന്മേഷവും ഉത്സാഹവും ഉണ്ടെങ്കിൽ എല്ലാ ദിവസവും ആഘോഷമാണ്. അതിനാൽ ഉറപ്പാക്കണം, ദിവസവും നടക്കുമ്പോഴും ചുറ്റി സഞ്ചരിക്കുമ്പോഴും ചാർട്ട് വെക്കണം. പരിശോധിക്കുക. പരിശോധിച്ചാൽ നിങ്ങൾ മാറ്റം വരുത്തും, അല്ലേ? നിങ്ങൾ പരിശോധിച്ചില്ലെങ്കിൽ എങ്ങനെ മാറ്റങ്ങൾ വരുത്തും? ഇന്ന് പുതുവർഷത്തിനായുള്ള ബാബ്ദാദയുടെ പ്രത്യേക സങ്കല്പമാണ്. ഓരോ കുട്ടിയും വർഷത്തോട് വിട പറയുന്നത് പോലെ മായയോട് വിട പറയുക. വ്യർത്ഥ ചിന്തകൾക്ക് വിട പറയുക. കാരണം വ്യർത്ഥ ചിന്തകൾ കൂടുതൽ വരുന്നതായി ഭൂരിപക്ഷത്തിലും കണ്ടു. വികാരി ചിന്തകൾ കുറവാണ്. പക്ഷെ വ്യർത്ഥ ചിന്തകളുടെ അംശം ഇല്ലാതാക്കണം. ഓരോ ചിന്തയും ശക്തമായിരിക്കണം, വ്യർത്ഥമാകരുത്. വ്യർത്ഥ ചിന്തകളിൽ ചിന്തകൾ വരുന്നത് മാത്രമല്ല, സമയം വ്യർത്ഥമാകുന്നു. ബാബയ്ക്ക് സമാനമാകുന്നതിന് ദൂരം കൂടുന്നു. നിങ്ങളുടെ ആഗ്രഹം സമാനരാകുക എന്നതാണ്. അതിനാൽ കൈകൾ ഉയർത്തി. എന്നാൽ ബാബ്ദാദ എപ്പോഴും പറയാറുണ്ട്, മനസ്സിന്റെ കൈ ഉയർത്തണം. ഈ കൈകൾ ഉയർത്തുന്നത് എളുപ്പമാണ്. അപ്പോൾ വിട പറയാൻ ധൈര്യമുണ്ടോ? ധൈര്യമുണ്ടോ? കൈ ഉയർത്തുക. ശരി, ധൈര്യശാലിയാണ്. ധൈര്യം നിലനിർത്തുക. ധൈര്യമുണ്ടെങ്കിൽ നിശ്ചയിച്ച ലക്ഷ്യം തീർച്ചയായും കൈവരിക്കും. കാരണം ബാബ്ദാദ നിങ്ങളോടൊപ്പമുണ്ട്. ബാബ്ദാദ തന്റെ കുട്ടികളിൽ ആരും പിന്നിലാകരുതെന്ന് ആഗ്രഹിക്കുന്നു. കൈകോർത്തു നടക്കുക. ശിവബാബ നിരാകാരനാണ്, കൈയില്ല. പക്ഷേ ശ്രീമത്താണ് കൈ. ഓരോ ചുവടും ശ്രീമത്തനുസരിച്ച് നടക്കുക എന്നാൽ കൈകോർത്തു നടക്കുക എന്നാണ്. അതിനാൽ പുതുവത്സരത്തിനും പുതുജീവിതത്തിനും പുതുയുഗത്തിനും എല്ലാവർക്കും മൂന്നിന്റെയും കോടാനുകോടി മടങ്ങ് ആശംസകൾ. ഇപ്പോൾ നാനാഭാഗത്തെയും ദേശത്തിലെയും വിദേശത്തെയും ബാബയുടെ പ്രിയപ്പെട്ട വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരികെ കിട്ടിയ കുട്ടികൾക്ക് വിടയും ആശംസകളും. ബാബ്ദാദ കേൾപ്പിച്ചതാണ്. പഴയ വർഷത്തോടൊപ്പം പഴയ സംസ്കാരങ്ങൾക്കും വിട നൽകുന്ന, സ്വഭാവത്തിനും വിട നൽകുന്ന മഹാവീരന്മാരായ കുട്ടികൾക്ക് ഓരോ ചുവടിലും ലക്ഷക്കണക്കിന് സമ്പാദിക്കുന്ന, ബാബ്ദാദ നൽകുന്ന സ്വമാനത്തിന്റെ സ്ഥിതിയിലിരുന്ന് അനുഭവം ചെയ്യുന്ന, ബാബ്ദാദ ഓരോ കുട്ടിയെയും കാണുന്നത് 21 ജന്മങ്ങളുടെ സമ്പത്തിന്റെ അധികാരി ആയിയാണ്. നിങ്ങൾ കുട്ടികൾക്ക് മാത്രമാണ് മുഴുവൻ കൽപ്പത്തിൽ 21 ജന്മങ്ങൾക്ക് അധികാരിയാകുന്നതിനുള്ള സമ്പത്ത് ലഭിക്കുന്നത്. അപ്പോൾ നാനാഭാഗത്തുമുള്ള ശ്രേഷ്ഠ അധികാരികളായ കുട്ടികൾക്ക് ബാബ്ദാദ, പിതാവ്, അധ്യാപകൻ, ഗുരു എന്നിവരുടെ രൂപത്തിൽ 3 രൂപത്തിലും സ്നേഹസ്മരണകളും നമസ്കാരവും നൽകുന്നു. വരദാനം: സേവനത്തിലും പുരുഷാർത്ഥത്തിലും സഫലത പ്രാപ്തമാക്കുന്ന ഡബിൾ കിരീടധാരിയായി ഭവിക്കട്ടെ. സംഗമയുഗത്തിൽ സ്വയം സദാ ഡബിൾ കിരീടധാരിയാണെന്ന് മനസ്സിലാക്കി നടക്കൂ. 1. പ്രകാശത്തിന്റെ, അതായത് പവിത്രതയുടെ കിരീടം. 2. ഉത്തരവാദിത്വങ്ങളുടെ കിരീടം. പവിത്രതയും അധികാരവും പ്രകാശത്തിന്റെയും ശക്തിയുടെയും കിരീടം ധാരണ ചെയ്യുന്നതിൽ ഡബിൾ ശക്തി
സദാ നിലനിർത്തും. അങ്ങനെ ഡബിൾ ശക്തിയുള്ള ആത്മാക്കൾ സദാ ശക്തിശാലി ആയിരിക്കും. അവർക്ക് സേവനത്തിലും പുരുഷാർത്ഥത്തിലും സദാ സഫലത പ്രാപ്തമാകും. സ്ലോഗൻ: ദിവ്യഗുണങ്ങളുടെ ആധാരത്തിൽ മനസ്സും വാക്കും പ്രവൃത്തികളും ചെയ്യുന്നതാണ് ദിവ്യത. അവ്യക്ത സൂചന: മഹാനാകുന്നതിനായി മധുരതയുടെയും വിനയത്തിന്റെയും ഗുണങ്ങൾ ധാരണ ചെയ്യൂ. ഏതൊരു വസ്തുവും ചൂടാകുമ്പോൾ മൃദുവാവുകയും പിന്നീട് രൂപപ്പെടുത്തുവാനും കഴിയുന്നു. ഇവിടെ ചൂട് എന്നത് ശക്തിരൂപവും മൃദുവായത് വിനയം, അതായത് സ്നേഹരൂപവുമാണ്. ആർക്കാണോ എല്ലാ ആത്മാക്കളെയും പ്രതി സ്നേഹമുള്ളത് അവർക്ക് വിനയമുള്ളവരാകാൻ കഴിയും. സ്നേഹമില്ലെങ്കിൽ ദയാഹൃദയരാകാൻ കഴിയില്ല. നമ്രചിത്തരാകാനും കഴിയില്ല. ശക്തിരൂപത്തിൽ അധികാരിയാണ്. വിനയത്തിൽ സേവനത്തിന്റെ ഗുണമാണ്. മൃദുലതയും ചൂടും രണ്ടും കൂടിയുള്ളപ്പോൾ ഓരോ കാര്യത്തിനനുസരിച്ച് രൂപപ്പെടാൻ കഴിയും. ഓം ശാന്തി.